ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ല പഴയന്നൂർ പഞ്ചായത്തിലാണ്. പഴയന്നൂർ പഞ്ചായത്തിലാകുമ്പോൾ നമുക്ക് ആ പോസ്റ്റ് മുതൽ അറ്റം വരെ, നമുക്ക് ആ ബൈക്ക് നിൽക്കുന്നതിന് തൊട്ടപ്പുറം വരെ നമുക്ക് ടാർ റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട്. എല്ലാം വൃത്തിയാക്കിയിട്ട് ഇപ്പോൾ ഇതെല്ലാം നിരപ്പാക്കി നമുക്ക് തരും. ചെറിയൊരു തിട്ടൊക്കെ ഉണ്ടായിരുന്നതൊക്കെ എടുത്ത് നമുക്ക് വൃത്തിയാക്കി തരും കേട്ടോ. ചെറിയൊരു ഫാം ആവശ്യങ്ങൾക്കൊക്കെ ആരെങ്കിലും മേടിച്ച് താമസിക്കാനും ഫാം ആവശ്യത്തിനൊക്കെ പറ്റുന്നൊരു പ്രോപ്പർട്ടി കൂടിയാണ്. വെള്ളത്തിനായിട്ട് വരുന്നത് പൈപ്പ് കണക്ഷനാണ്. നമുക്ക് കിണറോ അല്ലെങ്കിൽ കുഴൽക്കിണറൊക്കെ കുത്തിയാലും വെള്ളം കിട്ടുന്നൊരു ഏരിയ ഉണ്ട്. അപ്പുറപ്പുറമൊക്കെ വെള്ളം കിട്ടുന്നൊരു ഏരിയയാണ്. ബട്ട് ആ റോഡ് നമുക്ക് നേരിട്ട് എൻട്രൻസ് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇത് ബസ് റൂട്ടാണ്. അതുപോലെ പഴയന്നൂർ ടൗണിൽ നിന്നാകുമ്പോൾ ഏകദേശം ഒരു 3.5 കിലോമീറ്റർ മാത്രമാണ് ഇതിലേക്കുള്ള ഇത് വരുന്നത്. അതുപോലെ ബസ് റൂട്ടിൽ നിന്നാകുമ്പോൾ ആലത്തൂർ പഴയന്നൂർ മെയിൻ റൂട്ടിൽ നിന്നാകുമ്പോഴും മെയിൻ ബസ് സ്റ്റേറ്റ് റോഡിൽ നിന്നാകുമ്പോൾ നമുക്ക് വരുന്നത് 2 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇതിലേക്കുള്ളത് കേട്ടോ. വീടിൻ്റെ സൈഡ് വശമാണ്. ഇത് മൊത്തം ചെങ്കലും കൊണ്ട് പണിത വീടാണ്. കണ്ടില്ല, സൈഡ് തേച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ വ്യക്തമായി കാണാൻ പറ്റുന്നതാണ്. ബാക്ക് വശത്തായിട്ട് ഒരു ടോയ്ലറ്റും ഒരു ബാത്റൂമും വരുന്നുണ്ട്. ഇതിന് ബാക്ക് വശമാണിത്. അതുപോലെ ഒരു 5 പശുവിനെ കെട്ടാൻ പറ്റുന്ന ഒരു തൊഴുത്ത് ഇതിലുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പശു ആടൊക്കെ വളർത്താൻ പറ്റുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു ചെറിയൊരു തൊഴുത്തും നമുക്കിതിൽ വരുന്നുണ്ട്. 30 സെൻറ്റ് സ്ഥലമാണ് ഇതിൽ വരുന്നത്. 30 സെൻറ്റ് സ്ഥലം വോട്ടുവരയ്ക്കും കൂടി ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്ന വില എന്ന് പറയുന്നത് 22 ലക്ഷം രൂപയാണ്. ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ്. നമുക്ക് ലോണോട് കൂടി തന്നെ ഈ പ്രോപ്പർട്ടി മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഈ വളമൊക്കെ കുഴിയാണ് കേട്ടോ. അപ്പോൾ അടുത്തും അപ്പുറത്ത് ബാക്ക് വശത്തൊക്കെ വീടുള്ളൊരു ഏരിയയിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി ഉള്ളത്. പഴയന്നൂരിൽ നിന്നാകുമ്പോൾ ഏകദേശം ഒരു 3.5 കിലോമീറ്റർ മാത്രമാണ് വരുന്നത്. കണ്ടില്ല, JCB പണി നടക്കുന്നുണ്ട്. ഇനി ചെറിയ ഒന്ന് നിരപ്പാക്കി വൃത്തിയാക്കി നമ്മുടെ കയ്യിൽ ഈ തിട്ടൊക്കെ തട്ടി വൃത്തിയാക്കി തരും കേട്ടോ. ഇതിൽ ഫലങ്ങളെന്ന് പറയാൻ ഒരു 4-5 തെങ്ങുണ്ട്. പിന്നെ പ്ലാവ്, മാവ് എല്ലാം ഉള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ്. സ്ക്വയറായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം മാത്രം സ്ക്രീനിൽ കൊടുത്ത ഞങ്ങളുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ വീട് കാണുവാനും ഉടമസ്ഥനുമായിട്ട് സംസാരിക്കുവാനും ലോണോട് കൂടി തന്നെ നമുക്ക് മേടിക്കാം. കണ്ടില്ലേ, ഈ ഭാഗത്ത് ചെങ്കല്ല് കൊണ്ടാണ് ഈ വീട് മൊത്തം പണിതിരിക്കുന്നത്. വീടിൻ്റെ ഉൾവശം നമുക്കൊന്ന് കാണാം. കയറിപ്പോകുമ്പോൾ തന്നെ ചെറിയൊരു ഹാളാണ്. ഓട്ടുവര വീടാണ്, ചെറിയൊരു ഹാൾ. അതുപോലെ നമുക്ക് 2-3 മുറികൾ വരുന്നുണ്ട്. ചെറിയ 2-3 മുറികളാണ് വരുന്നത്. അതുപോലെ ഈ കൈക്കോല്, പട്ടിക ഒന്നിനും യാതൊരുവിധ കേടുപാടുകളൊന്നും സംഭവിക്കാത്തൊരു പ്രോപ്പർട്ടിയാണ്. ഈ ചെതലോ അതുപോലെ ഒന്നുമില്ല കേട്ടോ. എല്ലാം വൃത്തിയാക്കി കണ്ട. അടിയിൽ താഴത്തെല്ലാം പെയിൻറ്റിങ്ങിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു അടുത്തൊരു ബെഡ്റൂമാണ്. അപ്പോൾ ഈ 30 സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടിയിട്ട് ചോദിച്ച വിലയാണ് പറഞ്ഞത് 22.5 ലക്ഷം രൂപ കേട്ടോ. ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ്. അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം മാത്രം വിളിക്കുക. ഈ കിച്ചൻ്റെ ഭാഗമാണ് കേട്ടോ ഇത്. നമുക്ക് ചെറിയൊരു സ്റ്റോർ ഏരിയ പോലെയാണ് ഈ ഭാഗത്ത് ഇങ്ങനെ വരുന്നത്. ഒരു കണ്ടില്ലേ, ഈ റോഡിൻ്റെ ഈ ഭാഗങ്ങളിലൊന്നും സംഭവിച്ചിട്ടില്ല. അതായത് ചെതലോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് നേരിട്ട് വന്ന് വീട് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉടമസ്ഥനുമായിട്ട് സംസാരിക്കാവുന്നതാണ്. ഇത് ബാക്കിലേക്ക് ഇറങ്ങിപ്പോകുന്ന സൈഡ് കേട്ടോ. നമുക്കിത് കൂടാതെ തന്നെ അപ്പുറം ഒരു ബാത്റൂം വരുന്നുണ്ട്. പഴയ വീടിൻ്റെ ഒരു ബാത്റൂം ആ ഭാഗത്ത് വരുന്നുണ്ട്. അത് വേണമെങ്കിൽ